ജി സുധാകരന്റെ ഈ ഇറങ്ങിപ്പോക്ക് എന്തുമാത്രം ഗുണമാകും സുധാകരന്? ആഘാതമുണ്ടാക്കുമോ പാർട്ടിക്ക്? ഇറങ്ങിപ്പോകാൻ തക്കവണ്ണമുള്ള കാരണം സത്യത്തിലുണ്ടായിരുന്നോ 6 പതിറ്റാണ്ട് കാലം CPIM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾക്ക്? ഞാൻ പാനലിലേക്ക് പോകുന്നു. എഡിറ്റർ, ജി സുധാകരനെ പോലെ ഒരു സീനിയർ കോമ്രേഡിന് CPIM നിന്ന് ഇറങ്ങിപ്പോകാൻ അദ്ദേഹം പറയുന്ന കാരണങ്ങൾ, ഏതൊരു ഇറങ്ങിപ്പോക്കിനും ഏതൊരു കടുത്ത തീരുമാനത്തിനും അതിൻ്റെതായ ആഴമുള്ള കാരണമുണ്ടാകണം. അപ്പോൾ താൻ വിശ്വസിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഇത്രയും പദവികളുണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് സുധാകരന് മതിയായ കാരണങ്ങളുണ്ടോ? നിഷാദ്, മതിയായ കാരണങ്ങൾ ഇപ്പോഴല്ല, വളരെ മുമ്പേ തുടങ്ങിയതാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ 2021 മത്സര രംഗത്ത് നിന്ന് മാറിയതോടുകൂടി അദ്ദേഹം പാർട്ടിയിൽ ഒരു സ്ഥാനമില്ലാത്ത ഒരാളെന്ന നിലയിൽ സ്വയം ആർജിച്ച ഒരു പ്രതിരൂപവുമായി അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതിപ്പോൾ വളരെ ആത്മഹത്യാപരമായ ഒരു നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ്. കാരണം ഇമ്മീഡിയറ്റ്ലി CPMന്റെ പ്രതികരണം കണ്ടല്ലോ, സ്ഥാനമോഹിയാണ്, അധികാരമോഹിയാണ് എന്നുള്ളത്. അത് പറയിക്കുന്ന നിലയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നു, എന്തുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്നത് സംബന്ധിച്ച് അദ്ദേഹം നിരത്തിവെച്ച കാരണങ്ങൾ എന്ന് പറയേണ്ടി വരും. എന്താണ് അദ്ദേഹം സത്യത്തിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ കാരണങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി ഒരു സ്വതന്ത്രനായി മത്സരിക്കാൻ പാകത്തിലുള്ള ആശയഭിന്നതയുടെ ഒരു ഘടകം അതിനകത്തുള്ളതായി യാതൊന്നും തന്നെ കാണാനില്ല. അദ്ദേഹം ചില നേതാക്കളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ അപജയങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിപരമായി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊരു വ്യക്തിയുടെ പ്രശ്നമാണോ? ഒരു പാർട്ടിയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്, BJPയിലേക്ക് പോകുന്നുണ്ട്, കോൺഗ്രസിലേക്ക് പോകുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ കാണും. ഇത് അതല്ല. വളരെ വ്യക്തമായി എന്ത് കാരണങ്ങൾ കൊണ്ടാണ് താൻ പാർട്ടിയുമായി ഡിസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അത് അദ്ദേഹം ക്ലിയർ ആയി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയല്ല പറയേണ്ടത്. അദ്ദേഹം പറയേണ്ടത് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം കഴിഞ്ഞ ഈ ഒരു 5 വർഷം കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായതുപോലെ ഒട്ടും തന്നെ പ്രതീക്ഷാവഹമല്ലാത്ത പ്രവർത്തനം അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. അതുമാത്രവുമല്ല, ഈ കാലയളവിൽ, ഈ 5 വർഷത്തെ കാലയളവിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ പ്രവർത്തനം പാർട്ടിയുടെ ഏതൊക്കെ കോണുകളിൽ നിന്ന് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. അല്ലാതെ എന്നോടിങ്ങനെ കാണിച്ചു, മറ്റൊരു വശത്ത് പാർട്ടിയിൽ നിന്ന് ചെറിയ ചെറിയ പരിപാടികൾ നടത്തിയപ്പോൾ അതുണ്ടായി, ഇതുണ്ടായി, ഈ തരത്തിലുള്ള പറച്ചിലുകൾക്ക് വലിയ ലോങ്വിറ്റി ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധികകാലം നിൽക്കുന്ന ഒരു കാര്യമായിരിക്കുന്നല്ല. ഇനിയിപ്പോൾ UDF സപ്പോർട്ട് ചെയ്താൽ പോലും അദ്ദേഹത്തിന് അവിടെ കാര്യമായ ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം അമ്പലപ്പുഴ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ വോട്ടിന്റെ ഒരു പ്രദേശമാണ് എന്ന് സലാം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ചാൽ അദ്ദേഹം 2011 മത്സരിച്ചതിനേക്കാൾ കുറവാണ് സുധാകരന് 16 കിട്ടിയ വോട്ട് എന്ന് പറയുന്നത്. കുറവാണ്, 650 വോട്ട് കുറവാണ് കിട്ടിയത്. പക്ഷേ അതേസമയം തന്നെ 2021 സലാം മത്സരിച്ചപ്പോൾ 2000 വ്യത്യാസം മാത്രം. അദ്ദേഹത്തിന് 63,000 പരം വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ സലാമിന് 61,000 വോട്ട് കിട്ടിയതാണ്. അപ്പൊ സുധാകരൻ എന്ന ഫാക്ടറിനെ എന്താ പറയുക, സമ്പൂർണ്ണമായി ഒഴിവാക്കിയതിന്റെ പേരിൽ ആ പ്രദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ അതും നമ്മൾ ആലോചിക്കണം. അല്ല, ലീഡ് കുറഞ്ഞു, പക്ഷെ വോട്ടുകളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. സുധാകരൻ തന്നെ സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി എന്ന് പാർട്ടി കണ്ടെത്തുകയും ശിക്ഷാ നടപടി സ്വീകരിക്കുകയും ചെയ്തൊരു വിഷയം അവിടെയുണ്ട്. എന്നിട്ടാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ സലാമിന് ഈ പറയുന്ന തരത്തിലുള്ള വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞത് എന്ന് നമ്മൾ കാണും. വിജയിക്കുകയും ചെയ്തു, നല്ല തോതിൽ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലൊരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുന്ന ചില കാര്യങ്ങൾ. ഇതിപ്പോൾ ആർക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ വിയോജിപ്പില്ലാത്തത്? പലർക്കും ഉണ്ട്. ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ധാരാളം പേർക്കുണ്ടാകാം. അത് ഏത് നിലയിൽ, ഒന്നുകിൽ വളരെ കർശനമായി, വളരെ എന്താ പറയുക, അദ്ദേഹത്തിന് ഉള്ള നിലപാടുകൾ വളരെ ശക്തമായി തന്നെ പറഞ്ഞ് വിമർശനമായി ഉന്നയിച്ച് കോൺഗ്രസിനെതിരെ സർക്കാരിനെതിരെ ഒരു നിലപാടും പ്രചാരണ രംഗത്ത് എടുക്കില്ല എന്നാണ് പറയുന്നത്. പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ആർക്കെതിരെയാണ് അദ്ദേഹം പ്രചാരണം നടത്താൻ പോകുന്നത്? എന്തിനാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് അല്ല നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്, എനിക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയാൻ പോകുന്നത് അജിംസെ? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതൊരു വെൽ ഡിഫൈൻഡ് സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ മുഴുവൻ സംഭവം. ഇന്നത്തെ അല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുധാകരൻ പറഞ്ഞു വരുന്നത്. കാരണം സുധാകരന്റെ വിരോധം, എതിർപ്പ് പാർട്ടിയോടല്ല,
പാർട്ടിയോട് അദ്ദേഹത്തിന് പാർട്ടിയുടെ ആദർശത്തോടോ ഐഡിയോളജിയോടോ പാർട്ടി ഭരണഘടനയോടോ അത് പറയുന്നുണ്ടല്ലോ അത്. ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടും പ്രശ്നമില്ല. ഇല്ല. പാർട്ടി സെക്രട്ടറി തന്നെ പരിഹസിച്ചു എന്നൊരു വിഷമം പറയുന്നുണ്ട്. അതിനാൽ പാർട്ടിയോട് അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. പ്രശ്നം ആലപ്പുഴയിലെ 1-2 സഖാക്കളോട് മാത്രമാണ്. അത് അദ്ദേഹം കുറേ നാളായിട്ട് ആ പ്രശ്നം പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണത്. ആ പ്രശ്നം ഒരു 70 വയസ്സുകാരനായാലും 74 വയസ്സുകാരനായ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായി ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി എങ്ങനെയാണ്, അദ്ദേഹം 2 വട്ടം മന്ത്രിയായിരുന്ന ഒരാളാണ്, 4 വട്ടം MLA ആയിരുന്ന ആളാണ്. പിന്നെ പെട്ടെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി വീട്ടിൽ വന്നിരിക്കാൻ പറയുന്നു. അത് ഒരാളെ സംബന്ധിച്ച് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്തരം ദുരനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനെ പാർട്ടി എങ്ങനെ അഡ്രസ്സ് ചെയ്തു, അത് പരിഹരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആൻസർ. മാത്രമല്ല പാർട്ടി വളരെ മോശമായിട്ട് അദ്ദേഹത്തോട് പെരുമാറിയിട്ടുണ്ട് ചില കാര്യങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം ഈ അസ്വസ്ഥതകൾ പരസ്യമായി എല്ലാവരോടും പറയുന്നുണ്ട്, മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെല്ലുന്ന KC വേണുഗോപാലിനോടോ സതീശനോടോ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ച് ഉണ്ടാക്കിയൊരു പ്ലാനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു, അദ്ദേഹം സ്വന്തമായിട്ട് മത്സരിക്കുന്നു. UDF ഒരു പക്ഷേ അദ്ദേഹത്തെ പിന്തുണച്ചേക്കാം. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം അമ്പലപ്പുഴയിൽ ഉണ്ടാവും. സാർ പറഞ്ഞതുപോലെ അതൊരു പൊളിറ്റിക്കൽ വോട്ടുള്ള സ്ഥലമാണ്. ആലപ്പുഴ ജില്ല തന്നെ പൊളിറ്റിക്കൽ വോട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ അമ്പലപ്പുഴ സവിശേഷമായിട്ടും അങ്ങനെ ഒരു സ്ഥലമാണ്. പക്ഷേ ഈ തവണ അദ്ദേഹം മത്സരിച്ച് ജയിക്കുമെന്നും പറയാൻ കഴിയില്ല. കാരണം അത്ര ഹ്യൂജ് ഗ്യാപ്പാണ് UDF LDF വോട്ടുകൾ തമ്മിലുള്ളത്. ഇപ്പോൾ 2011 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഏതാണ്ട് 54% വോട്ട് കിട്ടി. വോട്ടിന് എണ്ണമല്ല, 54% വോട്ട് കിട്ടുമ്പോൾ 2016 BJP അവിടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. വെറും 3% നിന്ന് 17% വോട്ടാണെന്ന് BJP കിട്ടുന്നത്. LP ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്ക്. അതായത് 14% വർധന. അവിടെ അദ്ദേഹത്തിൻ്റെ പോൾ പെർസെൻറ്റേജ് 47% കുറയാണ് G. സുധാകരന്. പിന്നീട് അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു 2016 എത്തുമ്പോൾ 2016 അദ്ദേഹത്തിന് 47% കുറഞ്ഞത്. 2011 54% 54% 47% ആവുന്നു. പിന്നീട് എക്സലാം മത്സരിക്കുമ്പോൾ അത് 44% വീണ്ടും കുറയുകയാണ്. അപ്പോൾ വോട്ട് പോകുന്നുണ്ട് അവിടെ. ആലപ്പുഴ ജില്ലയിൽ സവിശേഷമായി LDF വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായൊരു പ്രതിഭാസം പാർട്ടി പഠിച്ചതാണ്, അത് റിയൽ ഇഷ്യൂ ആണെന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് G. സുധാകരൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും UDF അതിന് പിന്തുണയ്ക്കുകയും ചെയ്താൽ CPM അത് ഗുണകരമായി പോകുന്നതാണ് ഞാൻ പറയുന്നത്. അതിനൊരു കാരണം ഈ BJPയിലേക്കുള്ള വോട്ട് ഒഴുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ അതിന് കഴിഞ്ഞേക്കും. കാരണം എന്തിന് CPM-നെതിരെ CPM ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന വോട്ടുകൾ ചതിച്ചു എന്നുള്ള ഒരു അപ്പോൾ അത് കുറെ കൂടി ആ വോട്ട് പിടിച്ചു നിർത്താൻ CPM-ന് പൊളിറ്റിക്കൽ വോട്ടുകൾ പിടിച്ചു നിർത്താൻ കഴിയും. മറ്റൊന്ന്, ഈ നിലവിൽ ഇപ്പോൾ സർക്കാരിനോടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിൽ വിരുദ്ധാഭിപ്രായമുള്ള ആളുകൾ, വോട്ടർമാർ, പരമ്പരാഗത വോട്ടർമാർ ഈ തവണ മാറ്റി കുത്തിയേക്കാൻ തീരുമാനിക്കുന്ന ഒരു പക്ഷേ തിരിച്ച് LDF-ന് കുത്താനാണ് സാധ്യത. ഇത് ഒരു രാഷ്ട്രീയമായി CPM-ന് ഗുണകരമായിരിക്കും. പക്ഷേ UDF-നെ സംബന്ധിച്ച് ഈ പിന്തുണ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് അമ്പലപ്പുഴ മാത്രമല്ല, പൊതുവെ മധ്യ കേരളത്തിൽ പൊതുവെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ കഴിയും. കണ്ടോ, സുധാകരൻ ഞങ്ങളോടൊപ്പം, സുധാകരൻ എന്തുകൊണ്ട് പാർട്ടി വിട്ടു, ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. ഈ ആലപ്പുഴ ജില്ലയിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ BJPയിലേക്ക് CPM-ന്റെ വോട്ടുകൾ ഇളകി പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് BJPയിലേക്കാണ് പോകുന്നത്, UDF-ലേക്കല്ല. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾ തിരിച്ചാണ് ആലോചിക്കേണ്ടത്. ആ വോട്ടുകളും കൂടെ UDF പിടിച്ചാൽ, സാധാരണ BJPയിലേക്ക് ആ വോട്ട് പോയാൽ BJP ജയിച്ചില്ലെങ്കിൽ BJPയുടെ വോട്ട് വേസ്റ്റാണ്. CPM-നാണ് അത് നഷ്ടം വരാതിരിക്കുക. അതേസമയം ആ വോട്ടുകൾ നേരെ UDF-ലേക്കാണ് സ്വിച്ച് ചെയ്യുന്നതെങ്കിൽ അത് UDF-ന്റെ വിജയ സാധ്യതയെ കൂട്ടുകയാണ് ചെയ്യുക. അപ്പോഴും CPM-ന് ഗുണം. കാരണം എന്ന് വെച്ചാൽ BJPയിലേക്ക് വോട്ട് പോയാൽ തിരിച്ചു വരില്ല, UDF-ലേക്ക് പോയാൽ തിരിച്ചു വരും. ഞാൻ ഈ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞു. ഈ ഇലക്ഷനിൽ BJPക്ക് പോകാതെ UDF പിന്തുണയുള്ള സുധാകരനിലേക്ക് CPM-ന്റെ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. ഒന്നത്. രണ്ട്, സുധാകരൻ ഉണ്ടാക്കുന്ന നറേറ്റീവ് ഡിഫറൻ്റ് ആണ്. സുധാകരനെ പോലൊരു നേതാവിനെ ഇപ്പോൾ ഇന്ന് തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം, അദ്ദേഹത്തിനെതിരെ ആളുകളൊക്കെ പറഞ്ഞില്ല, ചിലരൊക്കെ മോശമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അവരെയൊക്കെ വാൺ ചെയ്തു. എല്ലാവരെയും ചെയ്തില്ല, ചിലരോടൊക്കെ പറഞ്ഞു. വളരെ അപ്പോളജറ്റിക് ആയിട്ടും വളരെ സൂക്ഷിച്ചുമാണ് സുധാകരനെതിരായ വിമർശനം ഉന്നയിക്കുന്നത്. ഈ കരിങ്കാലിക്ക് വോട്ടില്ല എന്നൊക്കെ പോസ്റ്റർ ഒട്ടിക്കുമ്പോഴും നേതാക്കൾ വളരെ സൂക്ഷിച്ചാണ്. കാരണം സുധാകരനെതിരെ അതിര് കവിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ ഇവിടെ അങ്ങ് നിൽക്കില്ല കാര്യം. ഈ നറേറ്റീവ് കേരളം മുഴുവൻ പോലും ചിലപ്പോൾ പടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുധാകരൻ അമ്പലപ്പുഴയിലും ഡേഞ്ചറസ് ആണ്, കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഡേഞ്ചറസ് ആകാനുള്ള എല്ലാ സാധ്യതയും. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. MVR-നും KR ഗൗരിക്കും ശേഷം ഇത്രയും ഹൈ പ്രൊഫൈൽ ഉള്ള ഒരാൾ പാർട്ടി വിട്ടിറങ്ങി തെരഞ്ഞെടുപ്പ് സമയത്ത് CPM-നെതിരെ സംസാരിക്കുന്ന ഒരു 40 വർഷത്തിന്റെ ആദ്യമാണ്. അതും പ്രശ്നമാണ്, അതും ഗുണമാകാനാണ്. അല്ല, ഞാൻ അതിൽ ഒറ്റ കാര്യം കൂടി നിഷാദ്, അതായത് ഞാൻ ആ പറയുന്നതിനകത്ത് ഈ വിട്ടുപോകുന്നതിൻ്റെ ഇപ്പോൾ പിന്നെ സതീശൻ തന്നെ പറഞ്ഞു, ഈ പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സതീശൻ പറഞ്ഞു. എന്താ കാരണമായിട്ട് പറയുന്നത്, ഇങ്ങനെ കുറേ പേർ വിട്ടുപോകുന്നതാണ്. നോക്കൂ, സുധാകരൻ വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്ത പോലെ അതിന് കൃത്യമായി ഇപ്പോൾ കേരളീയ സമൂഹം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം,
അല്ലെങ്കിൽ പോകട്ടെ ഈ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമില്ലായ്മ, നമ്മുടെ അരാഷ്ട്രീയത എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ ഇടതുപക്ഷത്തിനകത്ത് വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് അല്ലേ? ഒരു എന്താ പറയുക, ഒരു ലിബറൽ ലെഫ്റ്റ് എന്ന് പറയാവുന്നവർ ഉന്നയിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ വിമർശനങ്ങളുണ്ട്. ഈ വിമർശനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടല്ല സുധാകരൻ. ആയിക്കോട്ടെ, ഒറ്റ പ്രശ്നമുള്ളൂ, യുദ്ധത്തിൽ സെക്കൻഡ് പ്രൈസ് ഇല്ല, തെരഞ്ഞെടുപ്പിൽ ഒരു വിജയേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. ആ വിജയിക്ക് വോട്ട് കിട്ടുന്നതിൽ നിന്ന് തടയാൻ സാധ്യതയുള്ള കാര്യം ഇതാണെന്നാണ് ഞാൻ പറയുന്നത്. ജി സുധാകരൻ എന്തായാലും ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുകയാണ്. CPM അതിനോട് പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. അത് ജി സുധാകരൻ വലിയ ഒരാളായതുകൊണ്ടും അദ്ദേഹത്തെ സംസാരിച്ചാൽ, അദ്ദേഹത്തെ എതിർത്താൽ അത് വലിയ തോതിലുള്ള ഒരു വികാരം കേരളത്തിൽ ഉണ്ടാക്കുമെന്നുകൊണ്ടാണോ? അല്ല, ജി സുധാകരൻ ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നത് ഒരു ഇവന്റ് ആക്കാൻ CPM ആഗ്രഹിക്കുന്നില്ല. സുധാകരനോട് നിരന്തരമായി സംസാരിക്കുക, സുധാകരൻ പോയതിനെ കുറ്റം പറയുക, അങ്ങനെ സുധാകരൻ പോകുന്നതൊരു വലിയ സംഭവം എന്ന മട്ടിൽ ഒരു ചർച്ചയാക്കാൻ, തലക്കെട്ടാക്കാൻ CPM ആഗ്രഹിക്കുന്നില്ല. ആരൊക്കെയോ എവിടെ നിന്നോ എന്തൊക്കെയോ കാരണത്താൽ പോകുന്നു എന്ന മട്ടിലെടുക്കുകയാണ്. PK ശശി പോയല്ലോ, ദീർഘമായ ഒരു പ്രസംഗം PK ശശി പാലക്കാട്ടെ ഹാളിൽ നടത്തി. ഏതെങ്കിലും കൊള്ളാവുന്ന CPM-കാർ അതിന് മറുപടി പറയാൻ രംഗത്ത് വന്നോ? ഇല്ല. ശശി വിചാരിച്ചത് CPM-ഉമായിട്ട് ഇങ്ങനെ ഒരു പിണറായി വിജയനുമായി ഒരു തർക്കം ഉണ്ടാക്കാം എന്നാണ്. പിണറായി വിജയൻ അത് പരിഗണിച്ചതേയില്ല. അപ്പോൾ ഈ രണ്ടിറങ്ങിപ്പോക്കിനും ഒരു സവിശേഷതയുണ്ട്. ശശി പോകുന്നതിനും സുധാകരൻ പോകുന്നതിനും ആളുകൾ അതിന് കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ പേരിലാണോ, അല്ലെങ്കിൽ ഭരണം ദുഷിച്ചു പോയതിൻ്റെ പേരിലാണോ? അല്ല, വ്യക്തിഗതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നത് മാത്രമാണ് അവരുടെ പ്രശ്നം. സുധാകരൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അത് വ്യക്തമാക്കുന്നു. അത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നമാണ്, അതിന് നിങ്ങൾ ആകെ കേരളത്തെ കൂട്ടണ്ട എന്ന പൊതുവികാരം പ്രവർത്തിപ്പിക്കാൻ ഇവിടെ കഴിയും CPM-ന് എന്നാണ്. അതുകൊണ്ട് സുധാകരൻ്റെ ഇറങ്ങിപ്പോക്ക് നോക്കൂ, അദ്ദേഹം പോകുന്നു, ജയിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. ജി സുധാകരനെ പോലെ 5-6 പതിറ്റാണ്ട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾ ഇറങ്ങിപ്പോയി, കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ വലതു കൂടാരത്തിൻ്റെ ഭാഗമായി അവിടെ തോറ്റ് അങ്ങനെ അവസാനിക്കേണ്ടതാണോ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ? അദ്ദേഹം അത് ആലോചിക്കണമായിരുന്നു. അദ്ദേഹത്തിന് വിജയിച്ച് അവസാനിക്കാൻ കഴിയുമോ? പാടാണ്. അപ്പോൾ സുധാകരൻ്റെ പൊളിറ്റിക്കൽ കരിയർ അതിൻ്റെ സായാഹ്നത്തിൽ അവസാനിക്കേണ്ടത് ഇങ്ങനെ ഒരു പരാജയപ്പെട്ട പരീക്ഷണത്തോടെ ആയിരുന്നില്ല എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ട് അമ്പലപ്പുഴയിലോ ആലപ്പുഴയിലോ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സുധാകരന് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രമല്ല, CPM-ന് ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച മാർഗം അതിൽ തൊടാതിരിക്കുക എന്നതാണ്. ഒരു പരിധി കവിഞ്ഞ് പാർട്ടിയെ ആക്രമിക്കാൻ സുധാകരനും കഴിയില്ല എന്ന പരിമിതി അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. ആ പരിമിതി തിരിച്ചറിയുക, ആ ലോക്കിൽ അദ്ദേഹത്തെ നിർത്തുക എന്നതാണ് CPM-ഉം ചെയ്യേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒട്ടിച്ച പോസ്റ്ററുകൾ അവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളവ ഒട്ടിക്കാതിരിക്കുന്നതാണ് നല്ലത്. രണ്ടാമത് നമ്മൾ സംസാരിക്കുന്ന വിഷയം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടതാണ്. 3 പതിറ്റാണ്ട് കാലത്തിലധികമായി SNDP യോഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തെ വീഴ്ത്താൻ ആരെല്ലാം ഏതെല്ലാം പണിയെടുത്തു, ഏതെല്ലാം മൂവ്മെൻറ്റുകൾ രംഗത്ത് വന്നു, ഒന്നും നടന്നില്ല. പക്ഷേ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ, ഇന്ന് ഈ രാത്രിയിൽ ആദരണീയനായ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി അല്ല. അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബോർഡ് അംഗങ്ങളോട് എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആര്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. എന്ന് വെച്ചാൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ, കണക്കുകൾ കാണിക്കാതെ, ഈ പറയുന്ന ബോർഡ് ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പദവിയിൽ തുടരാൻ പറ്റില്ല എന്ന ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി ഒരു തീർപ്പുണ്ടാക്കിയിരിക്കുന്നു. മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുന്നു. ബദൽ സംവിധാനത്തോട് ഭരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കോടതി. അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ്. പക്ഷേ എന്നേക്കുമായി അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഭൂരിപക്ഷമില്ലാതെ തോറ്റുപോകുന്നു പോലെയുള്ള ഏർപ്പാടല്ല. പക്ഷേ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരികയാണ്. ഒരു കാര്യം അപ്പോഴുണ്ട്, SNDP യോഗം ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം നാം അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതുണ്ട്, നാം അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട്, നാം അദ്ദേഹത്തെ നവോത്ഥാന സമിതിയിൽ വെക്കേണ്ടതുണ്ട് എന്നൊക്കെ ന്യായം പറഞ്ഞവർ നാളെ രാവിലെ എന്തു പറയുമെന്ന ചോദ്യം. ജിമ്മി, വെള്ളാപ്പള്ളി നടേശൻ പോകുന്നത് ടെക്നിക്കൽ റീസണിൻ്റെ പേരിലാണ്, കോടതി നടപടിയുടെ ഭാഗമാണ്, മടങ്ങി വരാൻ അദ്ദേഹത്തിന് കഴിയുമായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ. പക്ഷേ SNDP യോഗത്തിൻ്റെ ഈ ചരിത്രത്തിലെ എന്തുമാത്രം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ദിവസം എന്ന് പറയാമോ? വെള്ളാപ്പള്ളി നടേശനെ ഒരു ദിവസത്തേക്ക് ആ പദവിയിൽ നിന്ന് ഇറക്കും എന്ന് പലരും ആഗ്രഹിച്ചിരുന്നതായും അത് നടന്നു വന്നായും പലരും ഇപ്പോൾ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്. എതിർ ക്യാമ്പ് തന്നെ ഓരോ കാലത്ത് ഓരോ ശത്രുക്കൾ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇന്ന് വളരെ ആക്റ്റീവാണ്. എന്ന് മാത്രമല്ല, ഇതൊരു ടെക്നിക്കൽ റീസണാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അടുത്ത കോടതിയിൽ പോയാൽ തിരിച്ചു കിട്ടുമെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് അങ്ങനെ അല്ല. ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്. SNDP യോഗം ഒരു സംഘടനയും സമുദായ സംഘടനയൊക്കെ ആണെങ്കിൽ ഇതൊരു കമ്പനി കൂടെയാണ്, നോൺ പ്രോഫിറ്റ് കമ്പനിയാണ്. ആ കമ്പനിയിൽ ഡയറക്ടർ ബോർഡുണ്ട്, ഡയറക്ടർമാരുണ്ട്. ഈ ഡയറക്ടർ ബോർഡുമുള്ള ഒരു കമ്പനിയിൽ അതിന് നിലനിൽക്കണമെങ്കിൽ കണക്കുകൾ കൃത്യമായി കൊടുക്കണം. നമുക്ക് ആ പരിപാടി ഇല്ലായിരുന്നു. കുറേ കാലമായിട്ട് കണക്കൊന്നുമായിട്ട് ആ വഴിക്ക് പോയിട്ടില്ല. ഓഡിറ്റഡ് കണക്കില്ല, ഒരു സാധനവുമില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ DIN എന്ന് പറയുന്നത് ബ്ലാക്ക് ലിസ്റ്റഡ് ആവും, ഇൻവാലിഡ് ആവും. അങ്ങനെയുള്ള ആൾക്ക് ഡയറക്ടർ ബോർഡിൽ തുടരാനാവില്ല. ഇത് നിയമമാണ്. ഇതിനെ എങ്ങനെയാണ് മറികടക്കാൻ പറ്റുക?
എത്രയും പെട്ടെന്ന് കണക്കുകൾ കൊടുത്ത് ആ DIN ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ DIN തിരിച്ചെടുക്കണം. ഇത് തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനിയും ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഒരുപാട് കണക്കുകളുണ്ട്, കുറെ കാലത്തെ കണക്കുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന 2014 മുതൽ ഉള്ളത് ഉണ്ട്. 13 മുതൽ 2015 ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ DIN ഇൻവാലിഡ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിച്ചത് തെറ്റാണെന്നുള്ളതാണ് കേസിന്റെ ആർഗ്യുമെന്റ്. ആ ആർഗ്യുമെന്റ് അംഗീകരിച്ചത്. അപ്പോൾ തിരിച്ചു വരാനൊക്കെ പറ്റും. വെള്ളാപ്പള്ളി നടേശന് പ്രാതിനിധ്യ ജനാധിപത്യം അനുസരിച്ച് SNDP തിരിച്ചു വരാൻ പറ്റും. പക്ഷേ ടെക്നിക്കലി ഈ DIN പുനഃസ്ഥാപിക്കണമെങ്കിൽ കണക്ക് മണിയായിട്ട് കൊടുക്കണം, ഓഡിറ്റ് ചെയ്യണം, അത് പുറത്തു വരികയും വേണം. ഇതാണ് പ്രശ്നം. അത് കൊടുക്കാതിരിക്കുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് വെക്കാതിരുന്നത്. അപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ആ ടെക്നിക്കൽ ഇഷ്യൂ മറികടക്കുന്നത് അത്ര എളുപ്പമാവില്ല എന്നും കേൾക്കുന്നുണ്ട്. ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 2013 നമ്മുടെ കോർപ്പറേറ്റ് നിയമമുണ്ടല്ലോ, കമ്പനീസ് ആക്ട് ഭേദഗതി ചെയ്ത് കുറെ കൂടി കോംപ്രഹെൻസീവ് ആക്കുകയും രാജ്യം മുഴുവൻ ബാധകമാകുന്ന ഒരു വലിയ നിയമമായിട്ട് മാറുകയും ചെയ്തു. ഈ SNDP രൂപീകരിച്ചിട്ടുള്ളത് നോൺ പ്രോഫിറ്റ് കമ്പനീസ് ആക്ട്, അതൊരു സ്റ്റേറ്റ് ആക്ട് ആണ്. നോൺ ട്രേഡിംഗ് നോൺ പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ആക്ട് ഒരു സ്റ്റേറ്റ് ആക്ടിൽ രൂപീകരിച്ച ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ 2013 ഈ പറയുന്ന കമ്പനീസ് ആക്ട് വന്നപ്പോൾ DIN നിർബന്ധമാവുന്നു. മറ്റടുത്ത് DIN ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഈ DIN നിർബന്ധമായി കഴിയുമ്പോഴാണ് ഈ വിഷയം ഉയർന്നു വരുന്നത്. ഈ വിഷയം ഉയർന്നു വന്ന് ഈ കേരളത്തിൽ ഒരു ഇൻസ്പെക്ടർ ജനറൽ ഉണ്ട് ഈ കമ്പനീസ് ആക്ടിന് വേണ്ടി. ഒരു ഇൻസ്പെക്ടർ, അയാളുടെ അടുത്ത് ഇവർ പരാതി കൊടുക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ വളരെ ബയസ്ഡ് ആയിട്ടുള്ളൊരു തീരുമാനമെടുത്ത് അത് കുഴപ്പമില്ല, അത് തുടരാൻ തീരുമാനിച്ചു. ആ ഉത്തരവിനെതിരെയാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. അപ്പോൾ 2021 മുതൽ അതുകൊണ്ട് കേസ് നടക്കുകയാണ്. ഇന്ന് കണ്ടെത്തിയ ഈ 15 ഇലക്ഷൻ ജയിച്ച അന്ന് മുതൽ കേസുണ്ട്. 10 വർഷമാകുന്നതാണ്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ DIN ശരിയാക്കി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് തിരിച്ചു വരാം ഡയറക്ടർ സ്ഥാനത്തേക്ക്. പക്ഷേ ഒരു പ്രശ്നം, ഈ താൽക്കാലികമായ ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. സർക്കാർ മുൻകൈ എടുത്തൊരു താൽക്കാലിക, അതിൽ വെള്ളാപ്പള്ളിയോ ഇപ്പോഴത്തെ ഒരു ഡയറക്ടർമാരോ പാടില്ല, അവരെ പുനർനിയമിക്കാൻ പാടില്ല എന്ന് ഇതിലെഴുതി. അപ്പോൾ ഒരു പ്രശ്നം, ഒരു ദിവസത്തേക്കല്ല കുറച്ച് കാലത്തേക്കെങ്കിലും വെള്ളാപ്പള്ളി ആ കസേരയിൽ നിന്ന് മാറിക്കൊണ്ടുവരും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മാറി നിൽക്കുമ്പോൾ അവിടെ വരുന്നത് ആരാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ വരുന്നവരിൽ ഈ വെള്ളാപ്പള്ളിക്കെതിരായ വിമതന്മാരുണ്ടെങ്കിൽ അവർ ഇതുവരെയുള്ള ഈ 3 പതിറ്റാണ്ട് കാലത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്ത് പുറത്തേക്കിടും. വെള്ളാപ്പള്ളിക്ക് ഒരു തിരിച്ചറിവ് അസാധ്യമാക്കും വിധം സ്ട്രക്ചറലായിട്ട് ചില റിഫോംസ് അവിടെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ഇല്ല, ഇതിനു മുമ്പ് സുപ്രീം കോടതിയിൽ പോയി ഒരു സ്റ്റേ വാങ്ങാം. ഇനി ഇത് അപ്പീൽ പോവാം. ഇതിൽ വളരെ കണ്ടൻഷ്യസ് ആയിട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു സ്റ്റേറ്റ് ആക്ടിന്റെ പ്രകാരം രൂപം കൊണ്ടൊരു സംഘടനയോട് അവരോട് പറയണം നിങ്ങൾക്ക് ഇനി മുതൽ ഈ കേന്ദ്ര ആക്ട് കൂടി ബാധകമാണെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്ന് ചോദിച്ചു അപ്പീൽ പോവാം. അപ്പീലിനുള്ള സാധ്യത ഇപ്പോഴും അവിടെ തുറന്നു നടക്കുക. അല്ല, ഇത് കൂടാതെ തന്നെ ഒരു കാര്യം കൂടെ, പിന്നെ ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ആരാ അപ്പോയിന്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ അല്ലേ? സംസ്ഥാന സർക്കാർ അപ്പോയിന്റ് വലിച്ചു പുറത്തിട്ടത് തന്നെ. സംസ്ഥാന സർക്കാർ വലിച്ചു പുറത്തിടുമെന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് പോകേണ്ട ഒരു കേസുണ്ട്, മൈക്രോ ഫിനാൻസ് കേസ്. ആ കേസ് എന്താണെന്നറിയാമല്ലോ? 15 കോടിയോളം രൂപ സർക്കാർ സംവിധാനം നടക്കം വായ്പ എടുക്കുന്നു. എന്തിന്? ഈ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ. ആ കേസ് എന്താണെന്ന് അറിയാമോ? ആ കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. വ്യാജ വിലാസങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് വരുത്തി തീർത്ത് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി എന്നാണ് ആ കേസ്. ആ കേസ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2025 കോടതി പറഞ്ഞു 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്ന്. 2026 കഴിഞ്ഞു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ആലോചിക്കണം. VS അച്യുതാനന്ദനായിരുന്നു ആ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ. VS അച്യുതാനന്ദൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് ആ കേസിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനെ വേറെ പണിക്ക് മാറ്റിയ സർക്കാരാണ് ഈ സർക്കാർ എന്ന കാര്യം ആലോചിക്കണം. മൈക്രോ ഫിനാൻസ് കേസിൽ ആരാണ് വെള്ളാപ്പള്ളി നടേശനെ തൊടാൻ ഇവിടെയുള്ളത് എന്ന ചോദ്യമുണ്ട്. ഇവിടെ EDA പോലെയുള്ള സംവിധാനങ്ങൾ, ഏതെങ്കിലും കമ്പനിക്ക് ഏതെങ്കിലും ഒരു അണുവിട പിഴവ് പറ്റിയാൽ ഓടിച്ചിട്ട് പൂട്ടാൻ നടക്കുന്ന സ്ഥാപനമാണെന്ന് ഓർക്കണം. SNDP യോഗം ഒരു കമ്പനിയായിരിക്കുക. കമ്പനിയിൽ നിന്ന് ഇത്ര വലിയ സമുദായത്തിൻ്റെ മുഴുവൻ കാര്യവും കണക്ക് നോക്കുന്ന ഒരു ഏർപ്പാട്, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വർഷങ്ങളായി കണക്ക് കൊടുക്കാതിരിക്കുക. മാപ്പപേക്ഷ എഴുതി കൊടുക്കുമ്പോൾ അസാധാരണമായിട്ട് മാപ്പ് അംഗീകരിച്ചു എന്ന് പറഞ്ഞ് ഒഴിവാക്കി കൊടുക്കുക. പിന്നെയും ക്രമക്കേട് തുടരാൻ കഴിയുക. ഈ ഡയറക്ടർ ഐഡന്റിറ്റി നമ്പർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുക. ഈ മുഴുവൻ അഭ്യാസങ്ങളും ആരാൽ സംരക്ഷിക്കപ്പെടുന്നു, എന്തിന് സംരക്ഷിക്കപ്പെടുന്നു എന്ന ചോദ്യം അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, വെള്ളാപ്പള്ളി നടേശൻ സംസ്ഥാന സർക്കാരിൻ്റെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹം നിരന്തരമായിട്ടുള്ള ഈ ഡിവിസീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ നാം എങ്ങനെ ഒരു പുരോഗമന നവോത്ഥാന കേരളത്തിൻ്റെ ഈ പദവിയിൽ വെച്ചുകൊണ്ടിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലിരിക്കുന്നു, ആ കപ്പാസിറ്റിയിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ MV ഗോവിന്ദൻ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ആ പദവിയിലില്ല. അപ്പോൾ ആ വെള്ളാപ്പള്ളി നടേശനെ ആ കപ്പാസിറ്റിയുടെ പേരും പറഞ്ഞ് ഇനി നവോത്ഥാന സംരക്ഷണ സമിതിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതിനുള്ള മറുപടി പറയുമായിരിക്കുമോ? അതോ പരിഹാസ ചിരിയായിരിക്കുമോ മറുപടി? ഒരു കാര്യം കൂടി, അതായത് ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്.
വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയതിന്റെ സുവർണ ജൂബിലി അല്ലേ, അത്രയും ആ സുവർണ ജൂബിലി നടക്കുന്ന സമയത്ത് അതിന്റെ ആഘോഷത്തിൽ അവിടെ ചെന്ന് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് പിന്നെ അഭിനന്ദിച്ച ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു മുഖ്യമന്ത്രി നമ്മുടെ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ തലവൻ കൂടിയാണ്. ഈ കാര്യങ്ങളിൽ, അതായത് ഈ ആക്ട് പ്രകാരം, നമ്മുടെ നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരം ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിൽ ഇത്തരത്തിലുള്ള വീഴ്ചകളുണ്ടെങ്കിൽ അത് അന്തിമമായി ഇപ്പോൾ ഈ IG രജിസ്ട്രേഷനല്ലേ അത് നോക്കേണ്ടെന്ന ഉത്തരവാദിത്വമുള്ളത്. അപ്പോൾ ഭരണപരമായി തന്നെ ഇടപെടാൻ കഴിയുന്ന, ഭരണപരമായി അവിടെ നടക്കുന്നത് എന്ത് എന്ന് അറിയേണ്ടിയിരുന്ന ഒരു ഉത്തരവാദിത്വം കൂടി ഈ ഗവൺമെന്റിനുണ്ട്. അപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്ന പ്രസ്ഥാനത്തിന്റെ, ഇത്ര കുത്തഴിഞ്ഞ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് ഇദ്ദേഹം ഇത്രയും കാലം വാഴ്ത്തപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ ചെന്ന് അഭിനന്ദിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. മാത്രമല്ല, എന്താണ് പറഞ്ഞത്, കുമാരനാശാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുമാരനാശാൻ ഉണ്ടായിട്ട് പോലും വെള്ളാപ്പള്ളി നടേശൻ അത്രത്തോളം തന്നെ കുമാരനാശാനുമായിട്ടാണ് കമ്പയർ ചെയ്തത്. നമ്മളൊന്ന് ആലോചിക്കണം, എന്തുമാത്രം അന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള ചളിപ്പ് അതിപ്പോഴും മാറുന്നില്ല. അത്രയ്ക്ക് വളരെ മോശമായ, വളരെ നമുക്ക് തന്നെ തോന്നിയ ഒരു കാര്യമായിരുന്നു വെള്ളാപ്പള്ളി നടേശനെയും കുമാരനാശാനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് നാവിൽ സരസ്വതിയാണെന്ന് പറഞ്ഞപ്പോൾ സരസ്വതി ദേവിക്ക് ഉണ്ടാവുന്ന ഒരു അപമാനത്തോട് സാറിന് വിഷമമില്ല? ഉണ്ട്, തീർച്ചയായും. ഒരു ഒറ്റ സംഗതി കൂടി, അപ്പൊ അങ്ങനെ ഉള്ള ഒരാളുടെ കേസിലാണ് ഇപ്പൊ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ പേരിൽ ഇനി പിന്നെ ഉണ്ടാകാൻ പോകുന്ന, വെള്ളാപ്പള്ളിക്ക് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയുടെ ഒരു ശതമാനം, ചെറിയൊരു ഭാഗം ഈ ഗവൺമെന്റിന് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. യെസ്, ഇപ്പൊ പതിറ്റാണ്ടുകളോളം രാജ്യങ്ങൾ ഭരിച്ചിരുന്ന ഏകാധിപതികളുണ്ടല്ലോ, അവരുടെ ഭരണം വീഴുന്ന കാലത്താണ് നമ്മൾ അറിയുന്നത് ആ ഭരണത്തിനകത്ത് നടന്നുകൊണ്ടിരുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന്. 30 വർഷത്തിലധികം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുമ്പോൾ ഇനി ആരും തന്നെ തൊടാനില്ല, എത്തി നോക്കാനും ആരുമില്ല, ഒരു ഭരണകൂട സംവിധാനവും വരാനില്ല എന്ന ആത്മവിശ്വാസത്തിൽ ഈ വലിയ സമുദായത്തിന്റെ ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് കാട്ടിക്കൂട്ടിയത് എന്താണ്? ആ സമുദായവും ശരിക്കും ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നും ഒരാൾക്കും തീരെഴുതി കൊടുക്കേണ്ടതല്ല എന്ന്. എന്തായാലും അത് പരിശോധിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. നോക്കൂ, ഇന്നിപ്പോൾ ഇത്ര വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നു. 30 വർഷക്കാലം ഇതിന്റെ തലപ്പത്തിരുന്നതിന്റെ പേരിൽ ആദരിച്ചുവല്ലോ, അതിൽ തട്ടിപ്പ് കാണിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രതികരണവും എവിടെ നിന്നും വരുന്നില്ല എന്നതുകൂടി നാം കാണേണ്ടുന്നതാണ്. അത് പ്രത്യേകമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്, നാം ഇനിയും അത് പ്രതീക്ഷിക്കേണ്ടതുമില്ല. എന്തായാലും ഇതൊരു വലിയ ഡെവലപ്മെൻ്റ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വലിയ ബിംബം, അത് കോടതി വേണ്ടി വന്നു അതിനെ എന്താണ് ഇതിൽ നടക്കുന്നത് കുഴപ്പമാണെന്ന് പറയാൻ, മാറി നിൽക്കാൻ പറയാൻ. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ദിവസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകുന്തോറും അത് ലോകത്ത് പല രാജ്യങ്ങളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും അധികം ബാധിച്ച രാജ്യങ്ങളിലൊന്ന് സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യയാണ്. ഇന്ത്യയിലെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലോ അല്ലെങ്കിൽ അടച്ചുപൂട്ടുകയോ ചെയ്തിരിക്കുന്നു. ഭക്ഷണത്തിന് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു. പലയിടത്തും ഭക്ഷണത്തിന് വില കൂട്ടിയിരിക്കുന്നു. കാരണം എന്താണ്? സഫിഷ്യൻ്റ് ആയിട്ടുള്ള എണ്ണ വിതരണം അല്ലെങ്കിൽ പാചകവാതക വിതരണം ഇന്ത്യയിൽ നടക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ഈ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വലിയ പാചകവാതക സിലിണ്ടറിലോ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, അതിൻ്റെ വിതരണം ഏതാണ്ട് ആകമാനം താറുമാറായ നിലയാണുള്ളത്. ഇപ്പോൾ ബുക്കിങ്ങിനുള്ള സമയം 30 നിന്ന് 45 ദിവസമാക്കി നീട്ടിയത് നാം കണ്ടു. കാരണം എന്താണ്? സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ല എന്നാണ് പ്രശ്നം. ഇന്ന് ലോക്സഭയിലടക്കം ഇവിടുത്തെ പാചകവാതക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം രാജ്യത്തില്ല. ഇന്ത്യയുടെ ഇന്ധന ശേഖരം പക്കയാണ് എന്നാണ് സർക്കാർ നൽകിയിട്ടുള്ള മറുപടി. പക്ഷെ നമ്മൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയാൽ പലയിടത്തും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഹോട്ടലുകളിൽ ബോർഡ് വെച്ചിരിക്കുന്നതാണ്. ഇൻസ്റ്റഗ്രാമിലേക്ക് പോയാൽ അവിടെ പലയിടത്തും ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒക്കെ ആളുകൾ വിറകടുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യുന്നത് കാണാം. കാരണം ഗ്യാസിൻ്റെ അവൈലബിലിറ്റി പ്രശ്നം രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രശ്നം നമ്മളെ എത്രമാത്രം ആഴത്തിൽ വിഴുങ്ങാൻ പോവുകയാണ്? അതോ ഇപ്പോൾ നമുക്ക് അനുമതി കിട്ടിയിരിക്കുന്ന 3 കപ്പലുകൾ വഴി നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണോ? ഇതിന് നമ്മുടെ സർക്കാരിന് എന്തുമാത്രം ഉത്തരവാദിത്തമുണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഫൈനൽ ആർഗ്യുമെന്റ് ഇനി അജിംസെ, നമ്മൾ ഇതിൻ്റെ ഈ പ്രതിസന്ധി കുറച്ചുകൂടി വലുതാവാൻ പോവുകയാണോ അതോ നമ്മളത് പരിഹരിക്കാൻ കഴിയുമെന്ന് സർക്കാർ പറയുന്ന ആ കോൺഫിഡൻസിനെ നമ്മൾ എടുക്കണം? ലോക്സഭയിൽ രാഹുൽ ഗാന്ധി വിഷയം ഉന്നയിക്കുകയും ഹർദീപ് സിംഗ് പുരി പെട്രോളിയം മന്ത്രി കാര്യത്തിൽ വിശദമായ മറുപടി പറയുകയും ചെയ്തു. അതിലൊരു പ്രശ്നം, ഒരു സാധ്യതയും ഒരു പ്രശ്നവും മന്ത്രിയുടെ മറുപടിയിലുണ്ട്. മന്ത്രി പറയുന്ന സാധ്യത, പെട്രോളിയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കരുതലുണ്ട്, കുറേ ദിവസങ്ങൾക്കുള്ള കരുതലുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഡൈവേഴ്സിഫൈഡ് സോഴ്സസ് ആണ്. അതുകൊണ്ട് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള മാത്രമല്ല നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ സേഫാണ്. പക്ഷേ ബോധപൂർവ്വം മന്ത്രി LPG കാര്യം ഉണ്ടായിരിക്കുകയാണ്. കാരണം LPG ഇമ്പോർട്ടിൽ 80% ഹോർമൂസ് വഴിയാണ് നമ്മൾ വരുന്നത്. അവിടെയാണ് നമുക്ക് ക്രൈസിസ് വന്നിട്ടുള്ളത്. അവിടെ മാത്രമാണ് ഇപ്പോൾ ക്രൈസിസ് ഉള്ളത്. പെട്രോളോ ഡീസലോ അത്ര പ്രശ്നമല്ല. പക്ഷേ ഈ LPG കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ LPG നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാം, ക്രൂഡ് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ നിലവിലെ സംവിധാനത്തിൽ അത് 28% വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി ലോക്സഭയിൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും ക്രൈസിസ് തീരുന്നില്ല.
ഇതിൻ്റെ ഒരു പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം റോയിട്ടേഴ്സ് നൽകിയൊരു വാർത്ത, ഇന്ത്യയുടെ 3 കപ്പലുകൾ ഇറാൻ കടത്തിവിടാൻ അനുവദിച്ചു എന്നാണ്. അപ്പോൾ അതിനെ ഇന്ത്യയുടെ വലിയ നയതന്ത്ര നേട്ടമായിട്ട് ഇന്ത്യയിലെ ചില മാധ്യമങ്ങളും BJPയും പ്രകടിപ്പിക്കുന്നു. മോദിയുടെ പ്രത്യേകമായ നയതന്ത്രം വഴിയാണ് 2 കപ്പലുകൾ കടത്തിവിട്ടത്. പക്ഷേ ഇറാനിയൻ സോഴ്സ് ഞങ്ങൾ അങ്ങനെ പ്രത്യേക അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ IRGCയുടെ അക്കാര്യത്തിലൊരു പ്രഖ്യാപിത നിലപാട് US ഇസ്രായേൽ താല്പര്യങ്ങളുള്ള ഷിപ്മെൻറ്റുകളെയാണ് ഞങ്ങൾ തടയുന്നത്. ഇന്ത്യ അവരുടെ ടാർഗറ്റിലില്ല. ഇന്ത്യയോട് അങ്ങനെ ഒരു ശത്രുതയും ഇറാനില്ല. പക്ഷേ ഇന്ത്യക്ക് മാത്രമായിട്ടൊരു ഇളവ് അനുവദിക്കുന്നു എന്ന് വരുന്നത് അവരുടെ ദീർഘകാല യുദ്ധ താല്പര്യങ്ങൾക്ക് എതിരുമാണ്. കാരണം മറ്റു ചിലർ ക്ലെയിം ചെയ്യും, മറ്റു ചില കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ കപ്പലുകൾ കടത്തിവിടാൻ ചിലപ്പോൾ അവർ സന്നദ്ധമായേക്കാം. ഇപ്പോൾ പാകിസ്ഥാൻ അവർക്കുള്ള കപ്പലുകൾക്ക് വേണ്ടി നേവി അയച്ചേക്കാണ് അതിന് എസ്കോർട്ട് പോകാൻ വേണ്ടി. ഇന്ത്യയും അങ്ങനെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. 2 കപ്പലുകൾ എത്തി എന്നാണ്. ഒരു കപ്പലിൽ നിന്നല്ല, ഭാരത് പെട്രോളിയത്തിന്റെ ക്രൂഡ് അപ്പോൾ 2-3 കപ്പലുകൾ എത്തി. പക്ഷെ അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധി തീരുന്നില്ല. ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഇനിയിപ്പോൾ എസ്കോർട്ട് നേവൽ എസ്കോർട്ട് വിട്ടിട്ട് ഈ കപ്പലുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇറാൻ അത് കടത്തിവിടാൻ നമ്മൾ ആക്രമിക്കാതിരുന്നാലും ഉള്ളൊരു പ്രശ്നം, ഈ കപ്പൽ കമ്പനികൾ അതിൽ യാത്ര ചെയ്യണമല്ലോ. ഇപ്പോൾ മേസ്ക് പോലുള്ള വലിയ കമ്പനികൾ അവർ ആ റൂട്ടിൽ സർവീസ് നടത്തുന്നേ ഇല്ല, അതിൽ പോകേണ്ടതാണ് തീരുമാനിച്ചത്. ഇൻഷുറൻസ് പ്രശ്നം. ഇനി അതിൽ ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ എസ്കോർട്ട് കൂടി ഷിപ്പ് വന്നാൽ തന്നെ ഈ ഇൻഷുറൻസ് പ്രീമിയം കൂടുന്നു, മറ്റ് പല റിസ്കുകളും കൂടും. അങ്ങനെ പലതരത്തിലെ ഘടകങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രശ്നമല്ല. ക്രൂഡ് ഓയിൽ നമുക്ക് റിസർവ് ഉണ്ട്. നമ്മുടെ റിയൽ ഇഷ്യൂ LPG ആണ്. LPG ഇപ്പോൾ ഹോട്ടലുകൾ വ്യാപകമായി അടഞ്ഞിടക്കുന്നു. ഒരുതരം പാനിക് ബൈങ് നടന്നുകൊണ്ടിരിക്കുന്നു. ആൾ ക്യൂ നിൽക്കുകയാണ് ഏജൻസിയുടെ മുമ്പിൽ പോയിട്ട്. പക്ഷേ എന്ന് കരുതി ഇപ്പം ഭാരത് പെട്രോളിയത്തിന് ഇന്ന് എൻ്റെ വീട്ടിൽ ഗ്യാസ് ഇറക്കി. അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്റ്റോക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് ലോഡ് വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആളുകൾ പാനിക്കായിട്ട് ഏജൻസിയുടെ മുമ്പിൽ ഒന്ന് വിളിക്കുക, ഏജൻസിയുടെ മുമ്പിൽ ഒന്ന് നിൽക്കുക. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്തായാലും ആ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. LPGയിൽ നമ്മുടെ റിയൽ ഇഷ്യൂ തന്നെയാണ്, റിയൽ പ്രതിസന്ധി തന്നെയാണ്. അല്ല, കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ വീടുകളിലെ കാര്യങ്ങളിലേക്ക് അധികം ഇപ്പോൾ ബാധിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് പറയാം. പക്ഷേ സ്ഥാപനങ്ങൾ കാര്യമായി തന്നെ ബാധിച്ചു. ഇപ്പോൾ ആശുപത്രികൾക്കും മറ്റുമൊക്കെ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും ശരിക്കും ബാധിക്കാൻ പോകുന്നു നമ്മുടെ പട്ടണങ്ങളിൽ. നമ്മൾ ഇനിയിപ്പോൾ സാധാരണ വീടുകളൊക്കെ വിട്ട് വന്ന് അവിടെ തൊഴിലിടങ്ങൾ, പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എറണാകുളം ആവട്ടെ, തിരുവനന്തപുരം ആവട്ടെ, കോഴിക്കോട് ആവട്ടെ, ഇവിടെയൊക്കെ വന്ന് താമസിച്ച് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് ആശ്രയിക്കേണ്ടത് ഈ ചെറുകിട ഹോട്ടലുകളാണ്. അവയെല്ലാം തന്നെ മിക്കവാറും ഒക്കെ തന്നെ അടഞ്ഞു പോവുകയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഉച്ചഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ വരാൻ പോവുകയാണ്. നിരന്തരം അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ക്രൈസിസിലേക്ക് പോകുന്നത്. നാളെയാണ് ആ ഡേറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് പരിചയമുള്ള പല സംസ്ഥാനത്തും നാളെയും കൂടെ എന്നുള്ളതാണ് പറയുന്നത്. അത് വലിയ പ്രശ്നം തന്നെയാണ്. 2 കപ്പലുകൾ കടന്നു പോകുമെന്ന് പറയുമ്പോഴും റോയിട്ടേഴ്സിൻ്റെ അഭിപ്രായം അങ്ങനെ ഒരു കൺഫർമേഷൻ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്നുള്ളതാണ്. ഇനി അഥവാ വന്നാൽ പോലും ഒരു പ്രശ്നം കൂടെയുണ്ട്. IRGC, അതായത് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ്, ഇറാനിയൻ സർക്കാരോ പറയുന്നത് പോലെ അല്ല പ്രവർത്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഖത്തറിൻ്റെ പോർട്ടിൽ വന്ന് സലാലയിൽ വന്ന് ഡ്രോണുകൾ വീഴുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ആദ്യം പറയുകയും പിന്നെ മാപ്പ് പറയുകയും ചെയ്തു ഇറാനിയൻ പൊളിറ്റിക്കൽ നേതൃത്വമല്ല ഇവർ. അത് ഈ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കോർപ്സിൻ്റെ 31 വ്യത്യസ്ത കമാൻഡുകൾ ഒരൊറ്റ ഓർഡറിലാണ് വരുന്നത്. നമുക്ക് താല്പര്യമില്ലാത്തവരെയൊക്കെ അടിക്കുക എന്നുള്ളതാണ്. അതിൽ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ഔദ്യോഗികമായി എല്ലാവരും അംഗീകരിച്ച് കടന്നു പോകുന്ന 2 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ചൈനയാണ്, മറ്റൊന്ന് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിനെയും അനുവദിച്ചിരിക്കുന്നുള്ളത് അതെല്ലാവരും അങ്ങനെ ബംഗ്ലാദേശ് കപ്പലിൽ കടക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ ഡിപ്ലോമസി പാളി എന്നത് ചിലപ്പോൾ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിബുദ്ധിയുടെ ഭാഗമായി അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായി നമ്മളിപ്പോൾ കപ്പൽ കടത്തിവിടാൻ സാധിക്കട്ടെ. പക്ഷേ ഇന്ത്യയുടെ ട്രാക്ക് റെക്കോർഡ് വെച്ച് ഇന്ത്യൻ കപ്പലുകൾ കടന്നു വരാനുള്ള സാധ്യത കുറച്ച് പേടിക്കണം. കാരണം അത് നടക്കാനുള്ള സാധ്യതകൾ മാത്രമല്ല ജിമ്മി ബാധിച്ചുള്ള ഈ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ ഉദാഹരണമാണ്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കല്ല് വിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ വലിയ കല്ലുകൾ. ആ കല്ല് റെഡിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ LPG ഉപയോഗിച്ച് അത് ചൂടാക്കും. ആ പണി മൊത്തം ഇന്ന് രാവിലെ എനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്താണ്, എൻ്റെ പണി മുഴുവൻ ബ്ലോക്കായി, എൻ്റെ EMI ഞാൻ അങ്ങനെ അടയ്ക്കും, ഒരാഴ്ചയായിട്ട് പണിയില്ല. CNGയെ ബാധിച്ചിട്ടുണ്ട് അല്ലേ? CNG ജയ്പൂരിൽ നിന്നൊക്കെയുള്ള പിന്നെ ചില റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ CNG ബാധിച്ചു. അത് മാത്രമല്ല, ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചില സാധനങ്ങൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു കാര്യമുള്ളത്, അജിംസിനത് അറിയാമെന്ന് തോന്നുന്നു, ഈ പിന്നെ റിലയൻസ് അമേരിക്കയുമായി ചേർന്ന് അവിടെ ഒരു വലിയ റിഫൈനറി സ്റ്റാർട്ട് ചെയ്യാണ്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതെ. അപ്പൊ അത് സത്യത്തിൽ ഇന്ത്യ ഈ നിലയിൽ പിന്നെ അങ്ങേയറ്റത്തെ ക്രൈസിസിലേക്ക് പോകുന്ന സമയത്ത് ട്രംപ് ഇന്നലെ റിലയൻസിന് നന്ദി പറയാണ്. ഞങ്ങൾക്ക് വേണ്ടി എത്ര $300 ബില്യൺ
പിന്നെ അമേരിക്കയിൽ നിക്ഷേപിക്കുന്നു. അതെ, അമേരിക്കയിൽ നിക്ഷേപിക്കുന്നു. അവിടെ പിന്നെ വലിയൊരു പുതിയ എത്രയോ കാലത്തിന് ശേഷം അവിടെ ഒരു അതിന്റെ കാരണം എന്താണെന്നറിയോ? ഒന്ന്, അമേരിക്കയിൽ കുഴിച്ചെടുക്കുന്ന എണ്ണ സ്വീറ്റ് ക്രൂഡാണ്, അത് കട്ടി കുറഞ്ഞ എണ്ണയാണ്. അത് എന്താണ്, അത് റിഫൈൻ ചെയ്യുന്നത് അമേരിക്കയിൽ റിഫൈനുള്ള അത് റിഫൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. ഇന്ത്യ റിഫൈൻ ചെയ്യുന്നത് ഹാർഡ് ക്രൂഡാണ്. ഈ ഹാർഡ് ക്രൂഡ് എവിടെയുണ്ട്? വെനിസ്വേലയിലുണ്ട്. അപ്പോൾ വെനിസ്വേലയിലെ എണ്ണ അമേരിക്കയിലേക്ക് വരും. അപ്പോൾ അമേരിക്കയിൽ ഈ ഹാർഡ് ക്രൂഡ് റിഫൈൻ ചെയ്യാൻ പറ്റിയ സാങ്കേതികവിദ്യ റിലയൻസിനാണുള്ളത്. റിലയൻസ് അവിടെ പോയി റിഫൈനറി സ്ഥാപിക്കുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് പകരം എന്ത് എന്നുള്ളതാണ്. പകരം വെനിസ്വേലയിലെ എണ്ണ ഇന്ത്യ വാങ്ങുന്നു. അപ്പോൾ $500 ബില്യൺ ഇറക്കുമതി ഡീലിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ $500 ബില്യൺ എണ്ണ ഇന്ത്യയിലേക്ക് വരുന്നതാണ് അർത്ഥം. അപ്പോൾ ഇനി മുതൽ റഷ്യയിൽ നിന്നും ഉള്ള എണ്ണയൊക്കെ വെട്ടിക്കുറച്ചിട്ട് നമ്മൾ വെനസ്വേലൻ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങുന്നതാണ്. എന്തായാലും സർക്കാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കാനില്ല, ഇവിടെ എല്ലാം സേഫാണ് എന്നാണ്. അങ്ങനെ എല്ലാം സേഫ് ആണെങ്കിൽ എന്തിനാണ് പാചകവാതക സിലിണ്ടറിന്റെ ബുക്കിംഗ് കാലാവധി 45 ദിവസത്തേക്ക് നീട്ടിയത്? എന്തിനാണ്? 60 രൂപ ഒറ്റയടിക്ക് കൂട്ടാനുണ്ടായ സാഹചര്യം എന്താണ്? നോട്ട് നിരോധനം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട്, 50 ദിവസം കൊണ്ട് എല്ലാം സെറ്റാക്കും, ഇല്ലെങ്കിൽ എന്നെ പച്ചയ്ക്ക് കത്തിച്ചോളനാണ്. 5 വർഷം കഴിഞ്ഞിട്ടും അതുണ്ടാക്കിയിട്ടുള്ള നട്ടലൊടിവിൽ നീ രാജ്യം പുറത്തു വന്നിട്ടില്ല എന്നാണ് നമ്മളെ കണ്ട കാര്യം. അപ്പോൾ കണക്കുകളുടെ കാര്യത്തിൽ, വസ്തുതകൾ പറയുന്ന കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് നമുക്കറിയാം. മനുഷ്യന്മാർ ഗ്യാസ് സിലിണ്ടർ കിട്ടാതെ ബുദ്ധിമുട്ടുന്നു, വിറക് കത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നെട്ടോട്ടം ഓടുന്നു, 60 രൂപ സിലിണ്ടറിന് കൂട്ടിയിരിക്കുന്നു, ബുക്കിംഗ് കാലാവധി 45 ദിവസത്തേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഒന്നും ഈ രാജ്യത്ത് നടന്നിട്ടില്ല എന്ന് പറയുന്നതിന് വേണമല്ലോ ഉത്തരവാദിത്വ ബോധം എന്നൊരു വാക്കുണ്ടല്ലോ. അത്രേ പറയുന്നുള്ളൂ. നമ്മൾ അവസാനം സംസാരിക്കുന്ന വിഷയം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ CPM അതിൻ്റെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പല സ്ഥാനാർത്ഥികളും അവരുടെ പരിപാടി തുടങ്ങി കഴിഞ്ഞു. പല സ്ഥാനാർത്ഥികളും വീട് കയറിയുള്ള പ്രചരണം പോലും തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസിന് ഇപ്പോഴും ആ നിലയ്ക്കൊന്ന് അഡ്വാൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് നേരത്തെ പ്രഖ്യാപിച്ചതെന്ന് വെച്ചാൽ ഈ VD സതീശൻ്റെ പുതിയ യാത്ര പൂർണ്ണമാകുന്ന മുറയ്ക്ക് സ്ഥാനാർത്ഥി പട്ടിക ആകമാനം വന്നു കഴിയുമെന്നാണ്. പക്ഷേ അത് കാണുന്നില്ല. അതിനൊരു കാരണം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് MP-മാരിൽ ചില ആളുകൾ മത്സരിക്കണമെന്ന മോഹവുമായി സമ്മർദ്ദത്താലേ ഇന്ദ്രപ്രസ്ഥത്തിൽ കിടക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രചാരണ രംഗത്തും ഒരു ഡോമിനൻസ് കീപ്പ് ചെയ്യാന്നൊരു സംഗതി ഉണ്ടല്ലോ, ഒരു മേൽക്കൈ നിലനിർത്തുക, അതും ഇപ്പോൾ കാണുന്നില്ല. തങ്ങൾ കൊണ്ടുവരുന്ന ഒരു വിഷയത്തെ ഉയർത്തി നിർത്തുക എന്ന് വെച്ചാൽ അജണ്ട സെറ്റ് ചെയ്യാന്ന് പറയില്ല, ആര് കൊണ്ടുവരുന്ന വിഷയം ചർച്ച ചെയ്യണമെന്ന്. ഇപ്പോൾ സംഭവിക്കുന്നതാണ്, സർക്കാർ കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ, സർക്കാർ കൊണ്ടുവരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, ഇവയാണ് അന്തരീക്ഷത്തിലുള്ളത്. ഇപ്പോൾ UDF ഒരു വിഷയം കൊണ്ടുവന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ മുറ്റത്ത് സ്ഥാപിക്കുക, അതിന്മേലൊരു ചർച്ച ഡെവലപ്പ് ചെയ്യുക എന്നത് സാധ്യമായിട്ടില്ല. ശബരിമല പതിയെ പിന്നിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. നേതാക്കളെ പോലും പൂർണ്ണമായും ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആണോ എന്ന് പോലും സംശയം. സത്യത്തിൽ ഈ UDFൻ്റെ വാർ റൂമിൽ ഒരു ലൈറ്റ് അണഞ്ഞ് കിടക്കുകയാണോ എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ആ വിഷയം സംസാരിക്കുകയാണ് നമ്മളിന്ന്. ജിമ്മി, ഒരു അഗ്രസീവ്നെസ്സിൻ്റെ പ്രശ്നമുണ്ട്. ഈ സമയത്ത് ഇടിച്ചു നിൽക്കേണ്ട UDF അങ്ങനെ നിൽക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? നേതാക്കളെ കാണാനില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. നേതാക്കളില്ല. LDF ഉയർത്തിക്കൊണ്ട് വരുന്ന, അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പെട്ടെന്ന് പറയാം. ഈ തദ്ദേശം തോറ്റതിന് ശേഷം LDFിലുണ്ടായ ഒരു വലിയ മൂകതയുണ്ട്. അതായത് അതിനുശേഷമാണ് ബജറ്റിൽ, കേന്ദ്ര ബജറ്റിൽ നരേഗ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേണ്ടെന്ന് വയ്ക്കുന്നു. അതിനെതിരെ ഒരു പ്രകടനം പോലും നടത്താൻ LDFന് ഒരുപാട് താമസമുണ്ടായി. നിർജീവാവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് LDF ഒരു മാസം കഴിയുമ്പോൾ അടിച്ചു കയറുകയാണ്. അവരുടെ അജണ്ടയിലൂടെ, അവരുടെ മെഷീനറിയിലൂടെ അവർ അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് തദ്ദേശത്തിലെ വലിയ വിജയത്തിന് ശേഷം UDF ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മേൽക്കൈ, ശബരിമല, ഇത് കൊണ്ട് അതിൻ്റെ അടുത്ത ഒരു വിഷയത്തിലേക്ക് കടക്കാനേ പറ്റുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീണ് കിട്ടിയ വിഷയങ്ങൾ എടുത്തുയർത്തിയല്ലാതെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് പോകാൻ UDFന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്ന് സുധാകരൻ വന്നുകൊണ്ടാണല്ലോ ഇന്ന് ഈ വിഷയം ഉണ്ടായത്. അല്ലെങ്കിൽ ഇന്നലത്തെ മരുമോൻ എന്ന് വിളിച്ച് മുഹമ്മദ് നിയാസിനെ കളിയാക്കിയതായിരിക്കും രണ്ടാം ദിവസവും മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുക. അതിൻ്റെ പേരിലുള്ള വാദപ്രതിവാദങ്ങളായിരിക്കും, റോഡ് വികസനം, അതൊക്കെ ആയിരിക്കും ചർച്ച. ഫലത്തിൽ വാർ റൂമിൽ ലൈറ്റ് അണഞ്ഞു കിടക്കാന്നല്ല, വാർ റൂം ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. അല്ല, അതിൽ ജിമ്മി ഒരു കാര്യമുള്ളത് ശരിയാണ്. ഇപ്പോൾ LDF കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ ഉൾപ്പെടെ, അതായത് മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള പുതിയ ഒരു മുദ്രാവാക്യം അവർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. LDF വരും, എല്ലാം ശരിയാകും എന്നുള്ളതായിരുന്നു ആദ്യം. ഉറപ്പാണ് LDF എന്നതായിരുന്നു രണ്ടാമത്തെ തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ളത്. ഈ 3 ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഇത് മുൻകൂട്ടി കാണാൻ എന്തുകൊണ്ട് UDFന് കഴിയുന്നില്ല? അവർക്ക് കാലേക്കൂട്ടി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു മുദ്രാവാക്യം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിലതൊക്കെ കേട്ടു, കടക്ക് പുറത്ത്, അമ്പലക്കള്ളന്മാർ പുറത്ത്, ഇങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും സ്വയം ഉണ്ടാക്കുന്ന ചില വ്യക്തിപരമായ മുദ്രാവാക്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള
അതിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള ചില സാധനങ്ങൾ നമ്മൾ കാണാം. കട്ടുമുടിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ, അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണക്കൊള്ളയ്ക്ക് മറ്റാരുണ്ട് LDF അല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ അതിനെ മിമിക് ചെയ്തുകൊണ്ടുള്ള സാധനങ്ങൾ ധാരാളം. മറ്റാര് എന്നുള്ളത് ഒരു പരമ്പരാഗത മുദ്രാവാക്യമാണ്. അപ്പോൾ അങ്ങനെ അത് വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇത് തന്നെയാണ്. നിങ്ങളെല്ലാം പറയുന്ന ആ പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇപ്പോൾ എന്താ പറയുക, ഇത്രയും സമയമെടുക്കുക. നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയും തന്നെ വിജയിച്ച ഒരു പിന്നെ മുന്നണിയും കൂടിയാണ് UDF. അപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ പ്രചാരണ രംഗത്തേക്ക് അവർക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ സതീശന്റെ മികവായിട്ട് പോലും നമ്മൾക്ക് വിലയിരുത്തിയതാണ്. പക്ഷേ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവരുടെ ആ പഴയ ഡ്രാമ മുഴുവൻ നമ്മൾ വീണ്ടും കാണുകയാണ്. ഇതൊന്നുമില്ലാതെ ആയിരിക്കും ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക, ഒരു ചെറിയ സമയം മതി ഞങ്ങൾക്ക് എന്നൊക്കെയാണ് സതീശനും കൂട്ടരും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ എന്തായി? ഇപ്പോൾ ഡൽഹിയിൽ പോയി അവിടെ ഈ ചർച്ച തുടരുകയാണ്. അവിടെ MP-മാർ ചെന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സമ്മർദ്ദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും ഈ UDF-നെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകളെയാണ് തിരിച്ചു പിടിക്കുന്നത്. അതായത് UDF-നകത്ത് എപ്പോഴും ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടി എപ്പോഴും കടിപിടിയാണ് എന്ന ആ സംഗതി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് വെറുതെ ഒരു തിരിച്ചുവരവായിരിക്കില്ല. അത് അടിമുടി UDF-ന്റെ പൊളിറ്റിക്സിനെ ബാധിക്കുന്ന ഒരു സാധനമാണ്. അത് ഇവർക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നില്ല. എനിക്ക് വേറെ അഭിപ്രായമുള്ളത്, സ്ഥാനാർത്ഥി നിർണ്ണയം നേരത്തെ നടത്താത്തതിന് കോൺഗ്രസ്, അത് UDF-ന് മൊത്തം ബാധകമായ ഒരു കാര്യമല്ല, കോൺഗ്രസിന് അവരുടേതായ കാരണമുണ്ട്. ഒന്ന്, വിമതശല്യം ഏറ്റവും കൂടുതലൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അവർ നേരത്തെ പ്രഖ്യാപിക്കുകയാണെന്നിരിക്കട്ടെ, ഇപ്പോൾ 15-ാം തീയതി ഡേറ്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ ആഴ്ച പ്രഖ്യാപിച്ചു എന്നിരിക്കട്ടെ, അവർക്ക് ഇരട്ടി പണി വേറെ എടുക്കേണ്ടി വരും വിമതന്മാരെ ഒതുക്കാൻ. വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വൈകി പ്രഖ്യാപിക്കുന്നതാണ് വിമതശല്യം അടക്കാൻ നല്ലത് എന്ന് അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. സതീശൻ ലാസ്റ്റ് പറഞ്ഞെന്താണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനാകും പട്ടിക. അങ്ങനെ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. 2, പണം വലിയ പ്രശ്നമാണ് ജിമ്മി, പണം വലിയ പ്രശ്നമാണ്. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഇവരൊക്കെ ഇറങ്ങി എടുത്ത് ചെലവാക്കാൻ പൈസയില്ല. അപ്പോൾ CPM-ന്റെ പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾക്ക് വീട് കയറി തുടങ്ങി. പക്ഷേ UDF-ന് അതുപോലും ചെയ്യാൻ പറ്റില്ല. പണം ഒരു പ്രശ്നമാണ്. ഇനി ഈ മൂന്നാമത്തെ കാര്യം, ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് ഇതല്ല, ഈ പ്രശ്നമല്ല, ഇലക്ഷൻ നറേറ്റീവാണ്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ഷൻ വരുമ്പോൾ AK ആന്റണി ഇറങ്ങിയ മാധ്യമങ്ങളെ കണ്ട് ഒരു നറേറ്റീവ് ഉണ്ടാക്കുമായിരുന്നു. ഈ തവണ ആന്റണിയുടെ നറേറ്റീവ് ഒന്നും വിലപ്പോവില്ല, അതുകൊണ്ട് കാര്യമില്ല. ആ നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ട ആളുകളൊക്കെ എന്താണ് ഡൽഹിയിലോ മറ്റോ പോയി നിൽക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗ്രൗണ്ടിൽ ആളില്ലാത്ത അവസ്ഥയാണ് UDF-നുള്ളത്. വാർ റൂമിൽ ആളല്ല വേണ്ടത്, ഗ്രൗണ്ടിൽ ആൾ വേണം. മറ്റു കാര്യം, ഇന്നത്തെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക. ഇന്ന് കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? മറ്റേ മൊണാലിസ വന്ന് കല്യാണം കഴിച്ചാൽ ആ കുട്ടിക്ക് 16 വയസ്സാണോ 18 വയസ്സാണോ എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. അത്ര ദുർബലമാണ് അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പറയാൻ പറ്റും. അല്ല, ഇതിൽ ഞാൻ ഒറ്റ സെക്കൻഡ്, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിക്കുന്നത് എപ്പോഴെങ്കിലും ചെയ്യട്ടെ. പക്ഷെ പ്രശ്നം എന്താ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള മോഹികളുടെ എണ്ണമുണ്ട്. അതായത് MP-മാരെയൊക്കെ രാജിവെച്ച് അല്ലെങ്കിൽ രാജിവെക്കാതെയും മത്സരിക്കാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കുന്നു എന്ന് വരുന്നതാണ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. അത് വാർത്തയിൽ എവിടെയും കാണാം നമുക്ക്. അതാണ് ശരി. തെരഞ്ഞെടുപ്പിന്റെ തീക്കളത്തിലേക്ക് മടങ്ങി വരാൻ, അല്ലെങ്കിൽ നിലയുറപ്പിക്കാൻ, തലയുയർത്തി നിൽക്കാൻ, വിസിബിലിറ്റി, ദൃശ്യത ഉറപ്പാക്കാൻ കോൺഗ്രസും UDF-ഉം കുറച്ചുകൂടി പണിയെടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ കുറച്ച് വീക്കാണെന്നാണ് നോക്കുമ്പോൾ കാണുന്നത്. ശരിയാണ്, സോഷ്യൽ മീഡിയയിൽ മാറി മാറി വിഷയങ്ങൾ കാണുന്നുണ്ട്. കാരണം തന്നെ അതിൽ വ്യക്തമാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് കോൺഗ്രസ് UDF അനുഭാവികൾ ഒരു വിഷയം സംസാരിക്കുന്നു, വേറെ കുറേ പേര് G. സുധാകരൻ സംസാരിക്കുന്നു. തനിയെ കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ പടയാളികളായി വന്ന ആൾക്കാരാണ് ആ പറയുന്നവർ. കേന്ദ്രീകൃത സംവിധാനം അതിനകത്ത് പോലും ഇല്ല എന്ന് കാണാം. ഇങ്ങനെ പോയാൽ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും UDF-ഉം വീക്കായി പോകും. അത് ഗുണമാകുമോ ഇല്ലയോ എന്ന് അവരാലോചിക്കട്ടെ. ഒപ്പം ഈ പറയുന്ന ഏത് അത്യാസന്ന ഘട്ടത്തിലും സ്ഥാനാർത്ഥി മോഹം, സ്ഥാനമോഹം, സ്വാർത്ഥമോഹം, അങ്ങനെ പോയാൽ എന്തായിരിക്കുമെന്ന് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് അവരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാൻ സമയമായി.